ക്ഷേമ പെൻഷനും അന്നദാനവും. ക്ഷേമ പെൻഷനും അന്നദാനവും ഒരുപോലെയായി നാട്ടിൽ. അർഹതയില്ലാത്തവർ കൈക്കലാക്കുന്നു ക്ഷേമ പെൻഷനും അന്നദാനവും. ക്ഷാമമുള്ളവന് ക്ഷേമ പെൻഷനില്ല, അന്നത്തിന് കൈനീട്ടുന്നവന് ദാനമില്ല. എല്ലാം അധികാരവും കൊടിബലവും മടിബലവും കൊണ്ട് കയ്യാളുന്നു. കുചേലന് അന്നം കൊടുത്താൽ മോക്ഷം കിട്ടും, കുബേരന് കൊടുത്താൽ പേരും പ്രശസ്തിയും കിട്ടും. പട്ടുസാരിയും പത്രാസും കാട്ടി കൊച്ചമ്മമാരും കരപ്രമാണിമാരും അന്നദാനം ഭക്ഷിക്കാൻ വരുമ്പോൾ ഭിക്ഷയ്ക്ക് നിൽക്കുന്ന പാവം ജനത്തിനെ ആട്ടിയോടിക്കും അവസാനം. അതാണ് അന്നദാനമെന്ന മഹാദാനമെന്ന പ്രഹസന നാടകം. ക്ഷേമത്തിനാണെങ്കിൽ കൊടുക്കണം അരവയർ പട്ടിണിക്കാർക്കോ അനാഥാലയങ്ങൾക്കോ. എവിടെ എവിടെ പെൻഷനും ക്ഷേമ പെൻഷനും? കൊടിയുടെ തണലിൽ മാത്രം വടിയിടിക്കുന്നവന് ക്ഷാമമില്ല, ക്ഷേമ പെൻഷനുമില്ല. ഉത്സവ കമ്മിറ്റികളും ഉത്സാഹ കമ്മിറ്റികളും ഒരു ഫാഷൻ പരേഡ് പോലെ കാഴ്ചവെക്കുന്നു അന്നദാനം. വെറും ആർത്തിദാനമായി മാറുന്നു. ഉള്ളവന്റെ വീട്ടിൽ ഉറിയിൽ ഊണ് തൂങ്ങുമെങ്കിലും ഉത്സാഹ കമ്മിറ്റിയിൽ പങ്കുചേരും കുചേലന്റെ അരവയർ നിറവയറാക്കാൻ അവനെന്നും നെട്ടോട്ടമോടണം. കുചേലന്റെ അരവയർ നിറവയറാക്കാൻ അവനെന്നും നെട്ടോട്ടമോടണം. തിരിഞ്ഞു നോക്കാം ഒരട്ടപ്പാടിയും മധുവിൻ്റെ കഥയും, അല്ലെങ്കിൽ 10,000 മധുമാരുടെ കഥയും കാഴ്ചകളും കാണാം. പക്ഷേ കാഴ്ചയ്ക്കു ഭംഗി കാണില്ല, കാഴ്ചയ്ക്കു ഭംഗി കാണില്ല. പട്ടുസാരിയും കസവുമുണ്ടും മാത്രമേ അന്നദാനത്തിന് അലങ്കാരമാകൂ, അകമ്പടിയാകൂ. ചിന്തിക്കൂ, എവിടെ പിശകില്ലേ? ചിന്തിക്കൂ, എവിടെ പിശകില്ലേ? അതോ എനിക്കാണോ പിശക്? അതോ എനിക്കാണോ പിശക്?